ഹലോ ഫ്രണ്ട്സ്, ബ്രില്യൻ ചാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് KDA ട്രോൾ സീരീസിലാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായി KDAയുടെ വീഡിയോസൊക്കെ ചെയ്തിട്ട് KDAയിൽ ആരും അങ്ങനെ ആക്റ്റീവ് ആവാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരുന്നു അതിൻ്റെ കാരണം. അപ്പോൾ ഇനി മുതൽ നമ്മൾ പഴയ പോലെ സെറ്റായി പവറായി വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ സിറ്റിയൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനാണ്. കുറേ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മളെ KDA സിറ്റിയിലൊക്കെ അത്യാവശ്യം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലൊന്നും കൊണ്ട് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങാം, ഓരോ സ്ഥലങ്ങൾ തൊട്ട് കാണിക്കാം. ഇപ്പോൾ ഞാനുള്ളത് ഒബീറ്റോയുടെ ട്രീ ഹൗസിലാണ്. പകുതി സെറ്റാക്കിയത് ഞാൻ തന്നെയാണ്. ഇതിപ്പോൾ നമ്മുടെ സെർവറിൽ എല്ലാവർക്കും കടന്നു തുടങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട്. 1 പിന്നെ ഇത് 2 3 4 5 6 7 ബെഡ് ഇവിടെ ഉണ്ട്. നമുക്ക് എപ്പോഴാണ് വന്ന് കിടക്കാം. പിന്നെ ഇതാ ഇവിടെ ഒരു എൻജോയ്മെൻറ്റ് റൂം സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, അറിയില്ല. പിന്നെ ഇതാ ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഫർണസ്, എൻഡർ ചെസ്റ്റ് കൂടി ഉണ്ട്. ഓക്കെ സൗണ്ട് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നു. ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ചിട്ടുണ്ട്, സോറി ഫോർ ദാറ്റ്. ഇനിയിപ്പോൾ നമുക്ക് സ്പൂൺ തൊട്ട് തുടങ്ങാം. ഓക്കെ, ചാടി പോവാ. സൗണ്ട് ജസ്റ്റ് കൂടിപ്പോയി, കുറക്കാനൊന്നും മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ സ്പോണ്. നമ്മളെ ഈ ഒരു KDA സെർവർ തന്നെ ആദ്യമായിട്ട് വന്ന ബിൽഡിങ് ഈ ഒരു സ്പോണ് ഒരു പബ്ലിക് ബിൽഡിംഗ് ആണ്. ഇതൊന്നും പൊട്ടിക്കാൻ ആർക്കും അവകാശങ്ങളില്ല. പിന്നെ നമുക്ക് സെറ്റാക്കിയത് എല്ലാവർക്കും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സെറ്റപ്പാണ്. എല്ലാവരും കളർ വെച്ച് ചെറിയൊരു ബ്ലോക്ക് പോലത്തെ ഒരു സ്ഥലം, പിന്നെ അവിടെ 2 ബെഡ്. ഓക്കെ, നൈറ്റ് ആവുന്നുണ്ട്. എൻ്റെ കളർ ഇത് ഇവിടെ ഉണ്ട്. കിടന്ന് ഉറങ്ങാം. ഇല്ല, നൈറ്റ് ആയിട്ടില്ല. പക്ഷേ ഉറങ്ങാനാവുന്നില്ല. നൈറ്റായിട്ട് ഉറങ്ങി രാവിലെ എണീച്ചങ്ങ് പോയാൽ മതിയെന്നു. ഉറങ്ങടാ. ഇല്ല, ഉറങ്ങാനാവുന്നില്ല ഗൈസ്. അപ്പോൾ അടുത്ത സ്ഥലം കൂടി കാണിച്ചു തരാം, എന്നിട്ട് വന്ന് ഉറങ്ങാം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് KTHൻ്റെ മാപ്പ് വാളാണിത്. ഇപ്പോൾ എല്ലാം അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു. ഇതാ റോളക്സിൻ്റെ വീട്, ക്രിസ്മസ് അപ്പൂപ്പൻ, പിന്നെ ഇതെന്തേനു ഇതെന്തോ സാധനമാണ്. ഇത് ചിലപ്പോൾ അതായിരിക്കും ഇപ്പം ഞാൻ കാണിച്ചേ. ഇത് മറ്റേ ഇത് ആ കഫറ്റേരിയ. പിന്നെ എൻ്റെ വീട് ഇതാണ്. ഇതെന്താ ഇതെൻ്റെ PM ബ്ലോക്സ്. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നോക്കി മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ സിറ്റി. സിറ്റിയിൽ പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം, ഇപ്പം പറയുന്നില്ലതേ. എന്തായാലും ആദ്യം തന്നെ എൻ്റെ PM ബ്ലോക്സിലേക്ക് പോവാം. ചാടി ഓടിപ്പോവാ. ഓക്കെ, ഇങ്ങനെ ഓടി പോവുക. അങ്ങോട്ടേക്ക് പോയാൽ ഭയങ്കര ലാഗാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അവിടെ ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ലാഗാണ്. ഈ ഒരു ഷോപ്പ് ഞാൻ ഇവിടെ തന്നെ എടുത്ത് മാറ്റാൻ പോവുകയാണ്. പിന്നെ ഇത്രയും ബ്ലോക്സൊക്കെ വെച്ച് നമുക്ക് അത്യാവശ്യം നല്ല ലാഗുണ്ട്. അയ്യോ, ഉള്ളിൽ കയറടാ. ഓക്കെ, ഇതാണ് PM ബ്ലോക്സ്. ഇതൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് ഒക്കെ ഉണ്ടാവും. ആരെങ്കിലും ബ്ലോക്സൊക്കെ മേടിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിലെന്തൊക്കെ സാധനങ്ങളുണ്ട്. എൻ്റെ സാധനം ഞാൻ തോന്നുന്നു ഞാൻ പണ്ട് യൂസ് ചെയ്തായിരിക്കും. ഓക്കെ, അത് ക്ലോസ് ചെയ്യുക. പിന്നെ എൻ്റെ കഫറ്റേരിയ ഉണ്ട് അവിടെ. പിന്നെ അതിന് മുമ്പായിട്ട് ആഷ്മികൻ്റെ വീടുണ്ട് ഇവിടെ, അവിടത്തേക്ക് പോവുക. നൈറ്റ് ആയാലും നമുക്ക് എന്തായാലും പോയി കിടന്നുറങ്ങാം. എടാ, മൂണ് നോക്കിയാൽ പകുതി മൂണേ ഉള്ളൂ കേട്ടോ, ഫുൾ മൂണില്ല. പകുതി എന്ന് പറയാനാവില്ല അല്ലേ, ഒരു കാഭാഗം അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ആഷ്മികൻ്റെ വീട്. എല്ലാ സ്ഥലത്തേക്കും നമ്മൾ വഴി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് സ്വിച്ച് ട്രോളാണോ? ഫുഡൊക്കെ കഴിച്ച് നിൽക്കേ. ഓക്കെ, ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട്. ട്രോളല്ല, മറ്റേ കോളിംഗ് ബെല്ല. ഓക്കെ, ഇത് ടോയ്ലറ്റാണ്. ഇത് സ്റ്റോറേജ് ചെയ്യുക. നമ്മൾക്കങ്ങനെ വീട്ടിനുള്ളൊന്നും അങ്ങനെ കയറി നോക്കണ്ട, അതൊക്കെ അവരവർ കാണിച്ചോളും. അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല.
ഗൈസ് ഇതിൽ ഞാൻ അൾട്ടിമേറ്റ് ഗെയിമറെ വീടും പിന്നെ റോളക്സിൻ്റെ വീടും കാണിക്കുന്നില്ല. എന്നുവെച്ചാൽ അത് സ്പോയിലായി പോവാൻ ചാൻസ് ഉണ്ട്, സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ട്. അവരുടെ ചാനൽ തന്നെ കാണിച്ചോട്ടെ, അതായിരിക്കും നല്ലത്. ഇതെൻ്റെ ഗോഡൗൺ ആണ്, കഫറ്റേരിയയുടെ ഗോഡൗൺ ആണിത്. അവരുടെ ചാനൽ അവരെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ, അവരെ ഗെയിം പ്ലേ ഒക്കെ കാണണമെങ്കിൽ അവരുടെ ചാനൽ എടുത്ത് നോക്കുക. ഞാൻ വേണമെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിട്ടേക്കാം. പിന്നെ ഇതാണ് എൻ്റെ കഫേ, കിടിലൻ കഫേയാണ്. ആർക്കാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വന്ന് കഴിക്കുക, സാധനമൊക്കെ സ്വന്തം എടുക്കുക. ഓക്കെ, എമറാൾഡ് വെച്ചിട്ടുണ്ട്. കടം പറയണമെന്നൊക്കെ ഞാൻ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, 2 ബോട്ടിലുണ്ട്, അത് ചായ കോഫി ആറ്റം കുടിച്ചതിൻ്റെ ആയിരിക്കും. ഓക്കെ, വേറെ ഒന്നുമില്ല. ഓക്കെ, ക്ലോസ് ചെയ്തിടുക. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ഞാനിതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ, ഫുൾ ഇൻറ്റീരിയർ സെറ്റാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. KDയുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതാണ് നമ്മളെ KD TS എന്നുള്ള ആ സംഭവം. ഓക്കെ, ഇതാ ഇവിടെ എല്ലാവരും കളർ സെറ്റായിട്ടുണ്ട്. ഇവിടെ അൾട്ടിമേറ്റ് ഗെയിമിൻ്റെ കളറ് ആ സമയത്ത് സെറ്റാക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല. മറ്റ് കളറൊക്കെ ഉണ്ട്, ഗ്രീന്, യെല്ലോ, റെഡ്, എൻ്റെ ബ്ലൂ, ഡാർക്ക് ബ്ലൂ, പർപ്പിള്. ഓക്കെ, അതൊക്കെ സെറ്റാണ്. പിന്നെയുള്ളത് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, ഇത് ഞാൻ സെറ്റൊക്കെ ഹാപ്പി വിഷു. എടി ഇതെന്നാടാ ഇടക്കിടക്ക് ഇങ്ങനെ കട്ടായി പോവും. റെഡ് സ്റ്റോണിൻ്റെ പരിപാടിയാണ്. ഓക്കെ, അത് പിന്നെ സെറ്റാക്കാൻ. എന്തായാലും ഇതിങ്ങനെ ലൈറ്റിങ്ങനെ പോകുന്നതായിരുന്നു, അതിൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ ലൈറ്റൊന്ന് സെറ്റാക്കി കൊടുക്കണം. ഇവിടെ ഫുള്ള് ഡാർക്ക് പിടിച്ച് ക്രിസ്മസ് അപ്പൂപ്പന് ഇരുട്ടത്തായ പോലെ ഉണ്ട്. അതിപ്പോൾ എങ്ങനെ സെറ്റാക്കുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും അത് നോക്കാം, അതിപ്പോൾ ആവശ്യമില്ല. പിന്നെ അവിടെ കുറേ ഗിഫ്റ്റ് ബോക്സൊക്കെ ഉണ്ട്. നമ്മൾ ക്രിസ്മസ് ടൈമിൽ സെറ്റാക്കിയതാണ്. ആദ്യമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത ബിൽഡിങ്, സ്റ്റാച്യു അങ്ങനെ എന്തൊക്കെയാണ്. ഓക്കെ, പിന്നെ ഉള്ളത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് അവിടെ ഒരു ലവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാന്ന് പോലും അറിയില്ല. നമ്മളൊക്കെ സിംഗിൾ ഡേ. ഓക്കെ, എന്താ ഒരു ലാവൊക്കെ ഒഴുകി വരുന്ന ഒരു സംഭവം. പിന്നെ ഇവിടെ മറ്റേ മരമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കുറേ മീനുണ്ട്, കുളിക്കാത്തവർക്ക് ഇവിടെ വന്ന് കുളിക്കാം. ഓക്കെ, ഞാനെന്തായാലും കുളിച്ചാന്ന്, അതുകൊണ്ട് കൂടുതൽ കുഴപ്പമൊന്നുമില്ല. ഇറങ്ങിപ്പോടാ. ഓക്കെ, പിന്നെ നമ്മളെ ലൈറ്റ് ഹൗസ് ഉണ്ട്, നമ്മളെ സ്വന്തം ലൈറ്റ് ഹൗസ്. കൂടുതലൊന്നുള്ളത്. പിന്നെ കേട്ടച്ചിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. അവരെ 3 വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. അത് സ്പോയിലറായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബോറായിരിക്കും. ഇതിന് സ്വിച്ചൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ഒരു ഷോക്ക് വെച്ചാൽ. ഇതിൻ്റെ മുകളിലൊക്കെ കയറി പോകണം, അത് കയ്യല. ഒന്നുകൂടി പറയുന്നു, പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിൽ നമ്മൾ KD കളിച്ച എല്ലാ അത് ഒന്നാമത് നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ ലാഗാണ്. പെട്ടെന്ന് തന്നെ ഈ ഷോപ്പ് പൊളിച്ചങ്ങ് കളയൂ, അല്ലെങ്കിൽ ഷോപ്പ് ചെറുതാക്കും ഞാൻ. അതിൻ്റെ ഉള്ളിലെ സംസിൻ്റെ ഫുൾ ലാഗാണ്. ഇതെൻ്റെ വീട്, ഇതാണ് എൻ്റെ വീട് ഗൈസ്. എൻ്റെ വീട് എന്നൊന്നും പറയാനാവില്ല, എൻ്റെ മാൻഷൻ അങ്ങനെയൊക്കെ പറയണോ. അത്രയും കിടിലൻ സെറ്റപ്പാണ്. ഇതിൻ്റെ അകത്ത് അണ്ടർഗ്രൗണ്ട് ബേസും ലിഫ്റ്റും എല്ലാം ഉണ്ട്. ഓക്കെ, അത് കേട്ടച്ചിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് പിന്നെയുള്ളത് അങ്ങോട്ടേക്കല്ലേ. ഓക്കെ, അയ്യോ ക്രാഷ് ലാൻഡ് ചെയ്യല്ലേ, അയ്യോ. ഓക്കെ, ലാഗ് ഉണ്ട്, എന്നാൽ അഡ്ജസ്റ്റൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഓക്കെ, ലാഗ് കുറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. അത് നമ്മളെ ഈ ബ്ലോക്കിൻ്റെ ഷോപ്പിൻ്റെ അവിടെ നിന്നുള്ള ചെറിയൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. നമ്മളെ സ്വന്തം ലൈക്ക് ഷെയർ സബ് ഉണ്ട്. ഇത് കേട്ടച്ചിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്, നീണ്ട വഴിയാണ്. ആർജിൻ്റെ വീട് ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല. മേ ബി കാണിച്ചിട്ടുണ്ടാവാൻ ചാൻസ്. ഇത് നമ്മളെ ലൈക്ക് ഷെയർ സബ്. ഇത് മോഡിഫിക്കേഷൻ ചെയ്താലോ ഞാൻ വിചാരിക്കുന്നുണ്ട്.
പിന്നെയുള്ളത് നമ്മളെ സിറ്റിയാണ്. പിന്നെ ഞാൻ സ്കിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സ്കിന്ന് ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ട ബേക്കിൽ പി എന്നൊക്കെ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പുതിയ സ്കിന്നാണ്. എപ്പോൾ മുണ്ടെടുത്ത് നിൽക്കുന്ന ഒരു ഇതില്ല. നമുക്ക് ആഘോഷമൊക്കെ വരുമ്പോൾ മുണ്ട് സെറ്റാക്കാം. മുമ്പ് ഒരു വെള്ള കളറൊക്കെ കുഴപ്പമില്ലാത്ത ലുക്കാന്ന് തോന്നുന്നല്ലേ? നിങ്ങൾ പറയാ. എലൈറ്റർ തിരിച്ചെടുത്തില്ല. ഞാൻ രാത്രി ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഉറങ്ങിയിട്ട് പോലുമില്ല. ലാഗ് ഉണ്ട്, സോറി. ഞാൻ നെക്സ്റ്റ് വീഡിയോ തൊട്ട് അഡ്ജസ്റ്റ് ആക്കാം. ജസ്റ്റ് ഒരു കുഴപ്പമാണ്. നമ്മുടെ സിറ്റിയിലേക്കുള്ള ബ്രിഡ്ജാണ്. സിറ്റിയിലേക്ക് കയറുന്ന ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ സിറ്റിയാണ്. കണ്ട പുതിയ ബിൽഡിംഗ് ആണ്. ഇപ്പോൾ ഇവിടുന്ന് ഭയങ്കര ലാഗ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലാഗ് വരുന്നുണ്ട്. ഞാൻ സോറി ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ സെറ്റാക്കണിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേയൊക്കെ ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കുളം. നമ്മളെ ഈ ലോഡ്ജിൽ വരുന്നവർക്ക് നീന്തി കുളിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ തീരെ നല്ല പ്രൈവസിയുള്ള റൂംസ്. ഇത് റൂം നമ്പർ താക്കോലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ഒരു റൂം. നല്ല വൈറ്റ് ബെഡ്സ് ആണ്. നല്ല സൗകര്യപ്രദമായ റൂമുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കണ്ട പ്രൈവസിയാണ് നമ്മളെ മെയിൻ. ഈ റൂമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താലും പുറത്തൊരാളും അറിയില്ല. കണ്ട നമ്മളൊരാളും അറിയില്ല. ഇത് മെയിനാണ്. പിന്നെ ഇതാണ് നമ്മളെ റിസപ്ഷൻ. കണ്ട എന്താ ഗ്ലാസ്സൊക്കെ നോക്കിയാൽ കിടിലം വൈബ് സ്ഥലമാണ്. അത്യാവശ്യം കഷ്ടപ്പെട്ട് സെറ്റാക്കിയ ഇതാണ് ജസ്റ്റ് ഫൗണ്ടെയിൻ, പിന്നെ ഇരിക്കാനുള്ള സ്ഥലം. പിന്നെ ഇതാണ് നമ്മളെ ഏരിയ. ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ബുക്ക് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഇരിക്കുക. ഈ ബുക്ക് എടുക്കാനാവില്ല. അതാ ഇങ്ങനെ ബുക്കിൽ വേണമെങ്കിൽ എഴുതിയിട്ട് അവിടെ വെക്കാം നമുക്ക്. അയ്യോ അതാ ബുക്ക് കയ്യിലേക്ക് വന്ന്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ റൈറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് തിരിച്ചു വെക്കാം. ഫില്ലായ ബുക്ക് ഇവിടത്തേക്ക് വെച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇതിന് 2ാം നിലയുണ്ട്. ഇവിടെ നമുക്ക് കഫറ്റേരിയ ഒക്കെ പോലെയുള്ള ഒരു സ്ഥലമാണ്. ഇത് ഓർഡർ എടുക്കുന്ന ആൾ ഇവിടെ വന്ന് നിൽക്കും. അതൊക്കെ ഞാൻ ആളെ സെറ്റാക്കാം. പിന്നെ ഇതാണ് 2ാം നില. 2ാം നിലയിലേക്ക് ഇതുവഴി അല്ലാണ്ട് ഇതുവഴിയും കയറാം. ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഓരോരോ നിലകളാണ്. 3 നിലകൾ. ഇത് തന്നെ അപ്പുറത്തെ സൈഡും കൈസ് അങ്ങനെ തന്നെയാണ് സെറ്റായുള്ളത്. ഇതിൽ കാണാൻ നല്ല ലുക്കുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ മറ്റേ ഈ സൺ ബാത്തൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ കുളം എന്ന് വെച്ചാൽ അടിപൊളി കുളമാണ്. വെള്ളത്തിനടിയിൽ നമുക്ക് തിന്നാനാവുക നോക്കണ്ട. വെള്ളത്തിനടിയിൽ തിന്നുന്ന സെറ്റപ്പ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അത് നമ്മൾ സെറ്റാക്കിയതാണ് കേട്ടാ. ഓക്കെ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ. പിന്നെയുള്ളത് നമ്മുടെ ആശ്മികയുടെ ഒരു സൂ ഉണ്ട് ഇവിടെ. ഇവിടെയാണ് സീബ്ര ക്രോസിങ്. പിന്നെ ഞാനോട് സെറ്റാക്കിയൊരു ബസ് ഉണ്ട് ഇവിടെ. ബസ് കുറച്ച് ബോറായി പോയെന്ന് തോന്നുന്നു. ഞാനത് മിക്കവാറും ബസ് എവിടെയും കൊണ്ട് കാട്ടിൽ കൊണ്ട് ചാടും. ഞാൻ കളർക്കോടൊക്കെ അടിച്ച ബസ്സാണ്. കണ്ട മറ്റേ യെല്ലോ പർപ്പിൾ, അപ്പുറത്ത് യെല്ലോ കൊടുക്കാൻ മറന്നു. പിന്നെ ഇതാണ് സൂവിൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അണ്ണാ ഒരു ടിക്കറ്റ്. ഓക്കെ, അണ്ണന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി ചാടിയാൽ മതി. അങ്ങനെ ഗേറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ലാഗ് ഉണ്ട് കേട്ടാ. ഇവിടെ മറ്റേ മഷ്റൂം കൗസ് ഉണ്ട്. പിന്നെ നമ്മൾ മറ്റേ പാൻഡ ഉണ്ട്. ഈ സാധനത്തിൻ്റെ പേരെനിക്കറിയില്ല. ഇങ്ങനെ എന്തെങ്കിലും സാധനം ഡ്രോപ്പ് ആക്കൂ. സാധനം പിക്ചർ പോഡ് എന്തോ മറ്റേ പിക്ചർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. മറ്റേ ഇര പിടിക്കുന്ന എന്തോ സംഭവമാണ്. ഇത് വല പോലെ ഉണ്ടല്ലോ. അത് കുഴപ്പമില്ല. ഓക്കെ, ഇത് കുറേ മറ്റേ പഞ്ചവർണ്ണ തത്തിലുണ്ട്. പിന്നെ കടലാമ. ഓക്കെ, ഇത് മറ്റേ ധ്രുവക്കരടി.
പിന്നെ ഉള്ളത് ഇതാ ലാമയാണ്. ഇതാ ഡാ ഇങ്ങോട്ട് നോക്കടാ. എന്താടാ, 2 വെളുത്ത ലാമയുണ്ട് അതിനുള്ളിൽ. പിന്നെ ഇത് മരുഭൂമിയിലെ കപ്പൽ ഒട്ടകം. ഒട്ടകല്ലേനുവാ, നിന്റെ പേര് അങ്ങനെ ഇല്ലടാ. നമുക്ക് ചാടി വേണമെങ്കിൽ റൈഡൊക്കെ കൊടുക്കാം. പിന്നെ ഞാനും കൂടി അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. അവിടെയുള്ള ആ പുല്ലും വെള്ളം നിന്ന് ജീവിക്കേണ്ടി വരും. വെള്ളത്തിൽ നിന്നല്ല, വെള്ളം കുടിക്കൽ. ഓക്കെ, അങ്ങനെയാണ് സൂവിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് പുറത്തിറങ്ങാം. അവിടെ കൂടാ. ഓക്കെ, ഇനി ബസ്സൊക്കെ ഒന്ന് മാറ്റണം, സെറ്റപ്പ് ആക്കണം. ബസ്സിൻ്റെ വണ്ണം കുറക്കണം നമുക്ക്. പിന്നെ കാറൊക്കെ സെറ്റാക്കണം. പിന്നെ ഇവിടെയൊക്കെ പുതിയ പുതിയ ബിൽഡിങ് കൊണ്ടുവരണം. എനിക്കെൻ്റെ ഈ ഒരു ലോഡ്ജിന് വേണ്ടി ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ സെറ്റാക്കേണ്ടതുണ്ട് ഗൈസ്. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കും. നമ്മൾ അടുത്തടുത്ത് ബിൽഡിങ്സ് ഒക്കെ വരുമ്പോൾ ലാഗ് ആവാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. നമുക്ക് എന്തായാലും എൻ്റെ ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ ഷോപ്പ് ഞാൻ ഒരു ദിവസം മാറ്റും. എന്തായാലും നിങ്ങളൊന്നും കാണിക്കുന്നില്ല, അത് ബോറായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ഒന്ന് പറഞ്ഞേക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളെ നമ്മൾ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഇതിന് നല്ല മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.